തിരുവനന്തപുരത്ത് ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. തൈക്കാട് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ 17-ാം തീയതിയാണ് കഴക്കൂട്ടം സ്വദേശിയായ പവിത്ര 8.5 മാസം പ്രായമായ കുഞ്ഞിനെ പ്രസവിച്ചത്. ഡോക്ടർ എമർജൻസി എന്ന് കുറിക്കാത്തതിനാൽ അവർ സ്കാനിങ് ഞങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കാര്യം ഞങ്ങൾ ഡോക്ടറെ അറിയിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചെക്കപ്പിനായാലും സ്കാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പുറത്ത് ചെയ്തിട്ട് റിപ്പോർട്ട് കാണിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അത് പ്രകാരം ഞങ്ങൾ തൈക്കാട് ഹോസ്പിറ്റലിനടുത്തുള്ള DDRCയിൽ സ്കാനിങ് സെൻറ്ററിൽ ചെല്ലുകയും അവിടെ ചെന്ന് സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പം ആ സ്കാനിങ്ങിൽ കുട്ടിക്ക് ചെറിയ രീതിയിലൊരു ഫീറ്റൽ ഹൈഡ്രോപ്സ് കാണിക്കുകയും കുട്ടിക്ക് ചെറിയൊരു നീർക്കെട്ട് പോലെ ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ഈ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ ചെന്ന് കാണുകയും ഇങ്ങനെ ഈ ഒരു കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ റിപ്പോർട്ട് കണ്ട ശേഷം ഡോക്ടർ പറഞ്ഞത് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, മറ്റുള്ള റിപ്പോർട്ട് പ്രകാരം കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല, പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയൊരു പാട പോലെ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് അത് വേണമെങ്കിൽ ഒരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാം, നമുക്ക് എന്താ അന്നേരം കൃത്യമായിട്ടൊന്ന് അറിയാൻ പറ്റും, ഒരു സ്കാനിങ് കൂടെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ജൂൺ 4-ാം തീയതി സിസേറിയൻ ചെയ്ത് നമുക്ക് പുറത്തെടുക്കാം എന്നുള്ളൊരു രീതി നമുക്ക് ആ ഡേറ്റ് ഇട്ട് തരികയും ചെയ്തു. എന്നിട്ട് അതിനൊപ്പം തന്നെ അനസ്തേഷ്യ ഡോക്ടറെ, വട്ടിയൂർക്കാവിലുള്ള ഒരു അനസ്തേഷ്യ ഡോക്ടറെ, രജിത എന്ന് പറയുന്ന ഡോക്ടറെ പോയി കാണേണ്ട രീതി കാണാനും പറഞ്ഞു. ഞങ്ങളെ മടക്കി അയച്ചു. ഗൂഗിൾനാഥ് ഉണ്ട്. ഗൂഗിൾ ആരോപണത്തിൽ എന്തെങ്കിലും പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഈ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള നടപടികൾ എന്തെങ്കിലും എടുത്തോ? ഗർഭമുള്ള സ്ത്രീ തൈക്കാട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ ഗുരുതര ആരോപണങ്ങളൊക്കെ തന്നെ. ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ കൂടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതായത് വയറുവേദന എടുത്ത് തന്നെയാണ് സ്ത്രീ ആശുപത്രിയിൽ എത്തിയത്, എന്നാൽ ആ സമയത്ത് സ്കാനിങ് വേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിതാവ് ലിജു അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. അപ്പം ആ സമയത്ത് വയറുവേദന കനത്തതിനെ തുടർന്ന് യുവതി ഒരു DDRC അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പോയി ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് അനക്കമില്ല തുടങ്ങിയ കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഡോക്ടറെ വന്ന് കണ്ടപ്പോൾ ഡോക്ടർ അടക്കമുള്ളവർ വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഇവരെ മടക്കി അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇത് കുട്ടി മരണശേഷം 3 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. അത് വിട്ടുകിട്ടണം എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വീട്ടുകാരടക്കം തന്നെ, ബന്ധുക്കളടക്കം തന്നെ ആശുപത്രിക്ക് മുൻപിൽ ഇപ്പോൾ മോർച്ചറിക്ക് മുൻപിൽ സമരം നടത്തി വരുന്നത്. എന്തായാലും വീട്ടുകാർക്ക് പറയാനുള്ളത്, കൃത്യമായി തൈക്കാട് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളൊക്കെ തന്നെ അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്തായാലും മൃതദേഹം ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല. 3 ദിവസമായി ആ വീട്ടുകാർ കാത്തിരിക്കുകയാണ്. കയ്യിലൊരു കുഞ്ഞ് ശവപ്പെട്ടിയുമായിട്ടാണ് അച്ഛൻ കാത്തിരിക്കുന്നത്.